ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കോളിഫ്ലവർ ഫ്രൈ എന്ന് പറയാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിക്കുക. കൂടുതലായി തിളപ്പിക്കരുത്. 2 മിനിറ്റിന് ശേഷം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം.